ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മൈക്രോ കനോണിക്കൽ എൻസെമ്പിളാണ്. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു. അപ്പോൾ ഇതിൽ മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ എന്ന് പറയുന്നത്, ഇൻ ദിസ് എൻസെമ്പിൾ ദ മാക്രോ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ബൈ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്, വോള്യൂം V ആൻഡ് എനർജി E, and this ensemble may lie anywhere in the range E minus half delta to E plus half delta rather than a sharply defined value E. അപ്പോൾ ഇതിൻ്റെ റീസണൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. The correct specification of energy is not possible, so we allow an energy variation of E plus half delta and E minus half delta. And also these microcanonical ensemble are specified by the number of molecules, volume V and energy E. In phase space, the representative points of the ensemble have a choice to lie anywhere within the hypershell defined by the condition E minus half delta less than or equal to H less than or equal to E plus half delta. അപ്പോൾ അതുകൊണ്ട് ഈ മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിലുള്ള റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് നമുക്കറിയാം. ഫേസ് സ്പേസിൽ ഈ ഒരു കണ്ടീഷൻ, ഇക്വേഷൻ 1 സ്പെസിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഹൈപ്പർ ഷെല്ലിൽ എവിടെ വേണമെങ്കിലും അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ ആ ഒരു ഹൈപ്പർ ഷെല്ലിൻ്റെ ഇടയ്ക്ക്, ആ രണ്ട് കണ്ടീഷൻസിൻ്റെ ഇടയ്ക്ക് വരുന്ന ആ റീജിയനിലായിരിക്കും ഇതിൽ ഫേസ് സ്പേസിൽ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വോളിയം ഓഫ് ദി ഫേസ് സ്പേസ് എൻക്ലോസ്ഡ് വിത്തിൻ ദ ഷെൽ ഈസ് ഗിവൺ ബൈ ഒമേഗ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ഒമേഗ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ d3nq d3np. ഇത് നമ്മൾ നേരത്തെ കണ്ടാണ്. ഒരു ഫേസ് സ്പേസിൻ്റെ വോളിയം ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is integral d3np d3nq ആണ്. where the primary integration extends all over that part of phase space which conforms to the condition 1. അതായത് നമുക്ക് വോളിയം കാണേണ്ടത് ഈ ഒരു നമ്മുടെ എൻസെമ്പിൾ ഫേസ് സ്പേസിൽ ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫേസ് ഹൈപ്പർ ഷെല്ലിൻ്റെ ഇടയ്ക്ക് വരുന്ന വോളിയം മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഒരു പ്രൈമഡ് ഇൻറ്റഗ്രേഷൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഒമേഗ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദി പാരാമീറ്റേഴ്സ് എൻ വി ഇ ആൻഡ് ഡെൽറ്റ. ഈ ഫേസ് സ്പേസ് വോളിയം എന്ന് പറയുന്നത് ഒരു പാരാമീറ്റേഴ്സ് എൻ വി ഇയും അതുപോലെ ആ ഒരു ചെറിയൊരു വേരിയേഷൻ ഓഫ് എനർജി ഡെൽറ്റയുടെയും ഒരു പാരാമീറ്റർ ആയിരിക്കും. The microcanonical ensemble is a collection of system for which the density function rho is a constant if E minus half delta less than or equal to H less than or equal to E plus half delta and rho equal to 0 otherwise. അപ്പം മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൽ നമ്മൾ ആ ഒരു ഹൈപ്പർ ഷെല്ലിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. അതായത് പാർട്ടിക്കിൾ അവിടെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതിന് പുറത്ത് ഒരു റീജിയനിൽ, അതായത് ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ പുറത്ത് അവിടെ ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്, മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടിയൊക്കെ. മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമ്മൾ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ സിഗ്മ, ഒമേഗ, അതുപോലെ ഗാമ എന്നൊക്കെ പറഞ്ഞുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവാലുവേറ്റ് ചെയ്താൽ, അതായത് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്ന് നമുക്ക് ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് ദ മിനിമം വോളിയം ഓക്യുപ്പൈഡ് ബൈ ഫോർ എ സ്റ്റേറ്റ് ഇൻ ദ ഫേസ് സ്പേസ് ഈസ് h⁻³ ഫോർ n പാർട്ടിക്കിൾ സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം ഒരു n പാർട്ടിക്കിൾ സിസ്റ്റത്തിന് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടുന്ന മിനിമം വോളിയം ഫേസ് സ്പേസിൽ h⁻³ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് നമുക്കറിയാം ഇൻ മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ ഒമേഗ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇ വി എൻ ആൻഡ് ഡെൽറ്റ. ബിക്കോസ് ഓഫ് ദ ഡിഫിക്കൽറ്റി ഓഫ് ഇവാലുവേറ്റിംഗ് ഒമേഗ വി ഓൾവേസ് ഇവാലുവേറ്റ് സിഗ്മ. അപ്പം ഒമേഗ എന്ന് പറയുന്നത് ഫേസ് സ്പേസ് വോളിയാണ്. അത് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് അത്രത്തോളം എളുപ്പമല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നമ്മൾ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സിന് ചെയ്യുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് അറിയാൻ നമുക്ക് അതിനെ ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടത് ഒരു ഏറ്റവും ചെറിയ വോള്യം, അതായത് ഒരു മൈക്രോ സ്റ്റേറ്റിന് n പാർട്ടിക്കിൾ സിസ്റ്റത്തിലെ ഒരു മൈക്രോ സ്റ്റേറ്റിന് ഫേസ് സ്പേസിൽ ഓക്യുപ്പൈ ചെയ്യാനുള്ള വോള്യം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സിന് ആ കറസ്പോണ്ടിങ് വോള്യം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വോള്യം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആ മിനിമം വോള്യം എത്ര എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഏത് കേസിൽ അപ്ലൈ ചെയ്യാം. അതായത് ആ ഒരു പെർട്ടിക്കുലർ കേസിൽ നമുക്ക് മൈക്രോ സ്റ്റേറ്റ്സിൻ്റെ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോള്യം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ബട്ട് ദ എനർജി ഓഫ് ദ സിസ്റ്റം കനോട്ട് ബി മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ. ഇറ്റ് ഈസ് അലൗഡ് എ എനർജി വേരിയേഷൻ ബിറ്റ്വീൻ ഇ പ്ലസ് ഹാഫ് ഡെൽറ്റ ആൻഡ്
E minus half delta. By Liouville theorem, rho is a constant between E and E plus delta E and rho equal to 0 beyond this. That is a property of the microcanonical ensemble. Hence, we assume that all representative points in the case of microcanonical ensemble lies in the phase space between E and E plus delta E. For mathematical convenience, we define this by the surfaces having energy E minus half delta and E plus half delta. ഈന്ന് ഡെൽറ്റ ഇ വേരിയേഷൻസ് പോസിബിൾ ആയിട്ടുള്ള ഒരു കേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്ന് നമുക്ക് ഇവിടെ നമ്മൾ ഹൈപ്പർ ഷെല്ല് കൺസിഡർ ചെയ്യുമ്പം അതിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ പ്ലസ് ഹാഫ് ഡെൽറ്റയും അതുപോലെ ഇ മൈനസ് ഹാഫ് ഡെൽറ്റൻ്റെ ഇടയ്ക്കുള്ള വേരിയേഷൻസ് നമ്മൾ ഈ ഹൈപ്പർ ഷെല്ലിന് കൊടുത്തിട്ടുണ്ട്. To find out the fundamental volume occupied by a single state, we have to find out the total number of microstates, which is a quantum concept, and the phase space volume, which is omega, is a classical concept. നമ്മൾ മിനിമം വോളിയം കാണുന്നതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒമേഗ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സും ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് വോളിയം ഒമേഗ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒമേഗ എന്നുള്ള കോൺസെപ്റ്റ് ഒരു ക്ലാസിക്കൽ കോൺസെപ്റ്റും അതുപോലെ ക്യാപിറ്റൽ ഗാമ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതൊരു ക്വാണ്ടം കോൺസെപ്റ്റുമാണ്. അപ്പോൾ ദ ഫേസ് സ്പേസ് വോള്യൂം ഒമേഗ ഈസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് വിൽ ഗിവ് യു ദ വോള്യൂം ഓക്യുപ്പൈഡ് ബൈ എ സിംഗിൾ സ്റ്റേറ്റ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെ, അതായത് ടോട്ടൽ ഫേസ് സ്പേസ് വോള്യൂം ഇവാലുവേറ്റ് ചെയ്യുന്നു. ഈ മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിനെ ഫേസ് സ്പേസിൽ ഓക്യുപ്പൈ ചെയ്യാൻ എടുത്തിട്ടുള്ള അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ഒരു മിനിമം വോള്യൂം ആയിരിക്കും, അതായത് ഒരു മൈക്രോ സ്റ്റേറ്റിന് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടുന്ന വോള്യൂം. അതായത് ഒരു ജനറൽ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് വോള്യൂം ഓക്യുപ്പൈഡ് ബൈ എ സ്റ്റേറ്റ് വിൽ ബി ഈക്വൽ ടു ഒമേഗ ബൈ ഗാമ എന്നുള്ള ഇക്വേഷൻ വെച്ചാൽ, അപ്പോൾ ഒമേഗയും ഗാമ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മിനിമം വോള്യൂം ഒബ്റ്റെയിൻ ചെയ്യും. ഗാമ എന്ന് പറയുന്നത് നമുക്കറിയാം, ഗാമ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് സിഗ്മയെന്നാണ്. ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഗാമ ആൻഡ് സിഗ്മ ഈസ് ഗാമ ഈക്വൽ ടു ഡൈ സിഗ്മ ബൈ ഡൈ ഇ ഇൻറ്റു ഡെൽറ്റയാണ്. ഗാമ ഈസ് ദ നമ്പർ ഓഫ് അവൈലബിൾ സ്റ്റേറ്റ് ഇൻ ദ വോള്യൂം ഓഫ് ഹൈപ്പർ ഷെൽ ആൻഡ് ഒമേഗ ഈസ് ദ ടോട്ടൽ വോള്യൂം ഓഫ് ദി ഹൈപ്പർ ഷെൽ. ഡെൽറ്റ ഈസ് ദ തിക്നെസ് ഓഫ് ദി ഷെല്ല്. അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സ് അറിയെങ്കിൽ നമുക്ക് ആ മിനിമം വോള്യൂം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബൈ ഗാമ എന്നുള്ള പാരാമീറ്റർ നമുക്ക് വേണമെങ്കിൽ ഒമേഗ 0 എന്നുള്ള ഫണ്ടമെൻ്റൽ വോള്യൂം എന്ന് പറയുന്ന ഒരു ടേമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ സിഗ്മ വാല്യൂസൊക്കെ. അപ്പോൾ അതൊന്നാണ് നമ്മൾ എടുക്കുന്നത്. ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് മോണോ അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് n²h² ഡിവൈഡഡ് ബൈ 8m v⁻²/3 ആണ്. And sigma of that ideal gas is found to be v⁻n divided by h⁻3n 2πme all raised to 3n by 2 divided by 3n by 2 factorial ആണ്. അപ്പോൾ അതിന് നമുക്ക് ഡൈ സിഗ്മ ബൈ ഡൈ ഇ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കോൺസ്റ്റൻസ് ആണ്. v⁻n കോൺസ്റ്റൻറ്റ്, h⁻3n കോൺസ്റ്റൻ്റ് ആണ്, 2πm raised to 3n by 2 കോൺസ്റ്റൻ്റ് ആണ്, 3n by 2 ഫാക്ടോറിയൽ കോൺസ്റ്റൻ്റ് ആണ്. ഓൺലി e⁻3n by 2നെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 3n by 2 e⁻3n by 2 -1 വരും. അപ്പോൾ ഇതാണ് ഡൈ സിഗ്മ ബൈ ഡൈ ഇ. ഇപ്പോൾ ഇതിനെ നമ്മൾ ഡൈ സിഗ്മ ബൈ ഡൈ ഇ എന്നുള്ള ക്വാണ്ടിറ്റീനെ നമുക്ക് സിഗ്മൻ്റെ ടേംസിൽ തന്നെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 3n by 2 വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിഗ്മ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് സിഗ്മ ആൻഡ് ഡൈ സിഗ്മ ബൈ ഡൈ ഇ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എക്സ്പ്രഷനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒരു ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത് e⁻⁻½ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയും 3n by 2 എന്ന് പറയുന്ന ഒരു ഫാക്ടറും എക്സ്ട്രാ വന്നിട്ടുണ്ട്. സോ ഡൈ സിഗ്മ ബൈ ഡൈ ഇ വിൽ ബി ഈക്വൽ ടു 3n by 2 സിഗ്മ. ഓൾറെഡി സിഗ്മ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. e⁻⁻1 എന്ന് പറയുന്ന ഒരു ടേം വന്നു. സോ ഗാമ നമുക്കറിയാം ഡൈ സിഗ്മ ബൈ ഡൈ ഇ ഇൻറ്റു ഡെൽറ്റയാണ്. അപ്പോൾ സോ ഡൈ സിഗ്മ ബൈ ഡൈ ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 3n by 2 ഇൻറ്റു സിഗ്മ ഇൻറ്റു ഡിവൈഡഡ് ബൈ ഇ എന്ന് കിട്ടും നമുക്ക് ഇൻറ്റു ഡെൽറ്റ. സോ അതാണ് ഗാമയുടെ എക്സ്പ്രഷന്. നമ്മൾ ഇതിൻ്റെ പാർട്ടൊക്കെ ആദ്യമേ ചെയ്ത് വെച്ചുകൊണ്ട് ഗാമ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. സോ വോള്യൂം ഗാമ ഓഫ് ദി ഫേസ് സ്പേസ് ആക്സസിബിൾ ടു ദ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഓഫ് ദി സിസ്റ്റം ഈസ് ഗിവൺ ബൈ ഒമേഗ. ഒമേഗ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം, അതായത് ഫേസ് സ്പേസിൽ ഈ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിനെ ഓക്യുപ്പൈ ചെയ്യാൻ എടുത്തിട്ടുള്ള വോള്യൂം. അപ്പോൾ അത് കാണണമെങ്കിൽ നമുക്ക് അറിയേണ്ടത് ഈ ഹൈപ്പർ ഷെൽ സർഫസ് ഏരിയ ഓഫ് ദി ഹൈപ്പർ ഷെൽ ഇൻറ്റു തിക്നെസ് ഓഫ് ദി ഹൈപ്പർ ഷെൽ ഇൻറ്റു v⁻n. അപ്പോൾ നമുക്കറിയാം ഇതൊരു മൊമെൻറ്റം സ്പേസ് പ്ലസ് പൊസിഷണൽ സ്പേസ് ആണ്. അപ്പോൾ പൊസിഷണൽ സ്പേസിൻ്റെ വോള്യൂം എന്ന് പറഞ്ഞാൽ v⁻n ആണ്.
ഇവിടെ നമുക്ക് ഈ ഹിപ്പോത്തറ്റിക്കൽ ഹൈപ്പർ ഷെല്ലിൻ്റെ സർഫസ് ഏരിയ ഇൻറ്റു തിക്നെസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം കിട്ടും നമുക്ക്. വോളിയം ഓഫ് എ 3n ഡയമെൻഷണൽ സ്ഫിയർ നമുക്ക് വി എൻ എന്ന് പറയുന്ന പാരാമീറ്റർ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു π⁴n/2 r⁴n ഡിവൈഡഡ് ബൈ 3n/2 ഫാക്ടോറിയലാണ്. വേറെ r എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് എനർജി (√2mE) ആണ്. ദെൻ ഡി വി എൻ എന്ന് പറയുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് π⁴n/2 ഇൻറ്റു 3n ഇൻറ്റു r⁴n - 1 ഇൻറ്റു ഡി ആർ ഡിവൈഡഡ് ബൈ 3n/2 ഫാക്ടോറിയലാണ്. അതായത് ഡി വി എൻ കാണണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി r⁴n ബിക്കംസ് r⁴n - 1 ഇൻറ്റു ഡി ആർ. സോ ഒരു വോള്യത്തിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് സർഫസ് ഏരിയ ഇൻറ്റു തിക്നെസ്. ഫ്രം ദിസ് സർഫസ് ഏരിയ എന്നുള്ള പാർട്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാം. ഇറ്റ് വിൽ ബി π⁴n/2 ഇൻറ്റു 3n r⁴n - 1 ഡിവൈഡഡ് ബൈ 3n/2 ഫാക്ടോറിയൽ ആയിരിക്കും ഇതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു π⁴n/2 3n/2 നമ്മൾ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റു r⁴n - 1 ഡിവൈഡഡ് ബൈ 3n/2 ഫാക്ടോറിയലാണ്. സോ ഇതിന് നമുക്ക് 2π⁴n/2 അതുപോലെ r⁴n - 1 എന്ന് എഴുതിയിട്ട് ഈ 3n/2 ഫാക്ടോറിയൽ ന്യൂമറേറ്ററിൽ 3/2 എന്നും വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3/2n - 1 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ സർഫസ് ഏരിയയുടെ എക്സ്പ്രഷന്. നൗ തിക്നെസ് ഓഫ് ദി ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെല്ലിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2m ഇൻറ്റു ഇ പ്ലസ് ഹാഫ് ഡെൽറ്റ മൈനസ് √2m ഇൻറ്റു ഇ മൈനസ് ഹാഫ് ഡെൽറ്റയാണ്. ഒരു റേഡിയസ് ആർ എന്നുള്ള റേഡിയസ് √2mE ആണ്. അപ്പോൾ അതിൽ ലോവർ സർഫസ് നമുക്കറിയാം ഇതിൽ വരുന്നത് ഇങ്ങനെ രണ്ട് സർഫസിൽ ഇവിടെ അത് വരുന്നത് ഇ മൈനസ് ഹാഫ് ഡെൽറ്റയാണ് ഇൻസ്റ്റെഡ് ഓഫ് ഇവിടെ ആണെങ്കിൽ അത് ഇ പ്ലസ് ഹാഫ് ഡെൽറ്റയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് √2m ഇൻറ്റു √2mE ഇൻസ്റ്റെഡ് ഓഫ് നമുക്ക് ഇ പ്ലസ് ഹാഫ് ഡെൽറ്റ എഴുതാം, അതുപോലെ ഇ മൈനസ് ഹാഫ് ഡെൽറ്റ എഴുതാം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ. സോ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ √2mE രണ്ടെന്നും നമ്മൾ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 1 + delta/2e. നെക്സ്റ്റ് കേസിൽ √2mE ഇൻറ്റു 1 - delta/2e ആയിരിക്കും. സോ ഇറ്റ് ഈസ് √2mE ഇൻറ്റു നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1 + delta/2e എന്ന് പറയുന്നതിൻ്റെ റേസ് ടു ഹാഫ് ആണ്. അതുപോലെ നെക്സ്റ്റ് 1 - delta/2eയുടെ റേസ് ടു ഹാഫ് ആണ്. അപ്പോൾ ഇതിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ √2mE ഔട്ട് സൈഡ് ഉണ്ട്. അതുപോലെ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 + ഹാഫ് delta/eനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം മാത്രമേ എടുത്തിട്ടുള്ളൂ. 1 + 1/4 delta/e വരും മൈനസ് ഓഫ് സെക്കൻഡ് ടേമിൽ 1 - 1/4 delta/e വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു √2mE ഇൻറ്റു delta/2e. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 - 1 0 വരും. 1/4 - 1/4 എന്ന് പറയുമ്പോൾ 1/2. സോ തിക്നെസ് വിൽ ബി ഈക്വൽ ടു √2mE ഇൻറ്റു delta/2e ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇൻറ്റു √m/2e. 2ഉം √2ഉം 2 കൂടെ ക്യാൻസൽ ചെയ്ത് ഡിനോമിനേറ്ററിൽ നമുക്ക് √2 വരും m/e. അപ്പോൾ ഇവിടെ നമുക്ക് ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഒമേഗ ഈസ് ഈക്വൽ ടു സർഫസ് ഏരിയ നമ്മൾ കണ്ടു, തിക്നെസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു ഇൻറ്റു v⁴n ആണ്. സോ സർഫസ് ഏരിയ ഈസ് 2π3n/2 r⁴n - 1 ഡിവൈഡഡ് ബൈ 3/2n - 1 ഫാക്ടോറിയലാണ്. തിക്നെസ് നമ്മൾ ഓൾറെഡി കണ്ട് ഡെൽറ്റ ഇൻറ്റു √m/2e ആണ് ഇൻറ്റു v⁴n ആണ്. അപ്പോൾ അവിടെ r നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. r ഈസ് ഈക്വൽ ടു √2mE ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2π⁴n/2 2mE r⁴n - 1/2 r⁴n - 1 എന്നുള്ളത് √2mE ആകുമ്പം 3n - 1/2 എന്ന് എഴുതാൻ പറ്റും. ഇൻറ്റു ഡെൽറ്റ ഇൻറ്റു √m v⁴n. അവിടുത്തെ √2e നമ്മൾ ന്യൂമറേറ്ററിലേക്ക് ഡിനോമിനേറ്ററിൽ മാറ്റിയിട്ടുണ്ട്. 3n/2 - 1 ഫാക്ടോറിയൽ
ന്യൂമറേറ്ററിൽ വന്നിരുന്ന 2e നമ്മൾ ഇങ്ങോട്ട് 2e റേസ് ടു ഹാഫ് എഴുതി. സോ അതിനൊന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2π റേസ് ടു 3n/2 2me റേസ് ടു 3n/2 എന്നുള്ള ഒരു ഫാക്ടർ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ബാക്കി 2me റേസ് ടു -12 നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻറ്റു ഡെൽറ്റ m റേസ് ടു ഹാഫ് v റേസ് ടു n ഡിവൈഡഡ് ബൈ 3n/2 -1 ഫാക്ടോറിയൽ 2e റേസ് ടു ഹാഫ് ആണ്. അപ്പോൾ ഇതിൽ 2π 3 റേസ് ടു n/2 2π റേസ് ടു 3n/2 2me റേസ് ടു 3n/2 ഡെൽറ്റ v റേസ് ടു n. അപ്പോൾ ഇതിൽ m റേസ് ടു -12 m റേസ് ടു +12 വരുന്നുണ്ട് ന്യൂമറേറ്ററിൽ, അത് ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് ന്യൂമറേറ്ററിൽ 2 റേസ് ടു -12 ആണ്, ഡിനോമിനേറ്ററിൽ 2 റേസ് ടു ഹാഫ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഡിനോമിനേറ്ററിൽ മാറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 2 ആയിട്ട് മാറും. അതുപോലെ e റേസ് ടു -12 മുകളിലുണ്ട്, e റേസ് ടു ഹാഫ് താഴെയുണ്ട്, അത് രണ്ടും കൂടെ ഡിനോമിനേറ്ററിൽ മാറ്റിക്കഴിഞ്ഞാൽ 2e എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്കൊന്നും കൂടെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2π me റേസ് ടു 3n/2 ഡെൽറ്റ v റേസ് ടു n ഡിവൈഡഡ് ബൈ 3/2n മൈനസ് 3n/2 -1 ഫാക്ടോറിയൽ ഇൻറ്റു e എന്ന് പറഞ്ഞുള്ള എക്സ്പ്രഷൻ കിട്ടും. ഇതാണ് നമുക്ക് ഒമേഗയ്ക്ക് കിട്ടിയിട്ടുള്ള എക്സ്പ്രഷൻ. ആൻഡ് വി ഹാവ് ഗാമയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് സിഗ്മ ഇൻറ്റു 3/2n ഇൻറ്റു ഡെൽറ്റ ബൈ e ആണ്. അഗൈൻ സിഗ്മയ്ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, സിഗ്മ v/h³ റേസ് ടു n ആണ്, 2π me റേസ് ടു 3n/2 ബൈ 3n/2 ഫാക്ടോറിയൽ ആണ്. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാമയുടെ എക്സ്പ്രഷൻ വരുന്നത് ഗാമ ഈക്വൽ ടു v റേസ് ടു n ഡിവൈഡഡ് ബൈ h റേസ് ടു 3n 2π me റേസ് ടു 3n/2 ബൈ 3n/2 ഫാക്ടോറിയൽ ഇൻറ്റു 3n/2 ഇൻറ്റു ഡെൽറ്റ ബൈ e ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു v റേസ് ടു n ഡിവൈഡഡ് ബൈ h റേസ് ടു 3n ഇൻറ്റു 2π me റേസ് ടു 3n/2 ഡിവൈഡഡ് ബൈ 3n/2 -1 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ ബൈ e. അപ്പോൾ ഫോർത്ത് എക്സ്പ്രഷന്, അപ്പോൾ ഈ തേർഡ് എക്സ്പ്രഷനും ഫോർത്ത് എക്സ്പ്രഷനും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ടേംസും ഒരുപോലെ വരുന്നുണ്ട്, എക്സെപ്റ്റ് ഏത് ടേം മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. ഇതിൽ വരുന്ന ഒമേഗ ഡെൽറ്റ, ഇതിൽ വരുന്നത് ഗാമ എന്ന് പറയുന്നതിൽ എക്സ്ട്രാ വരുന്ന ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് h റേസ് ടു 3n ആണ്. സോ സപ്പോസ് വി ഡിവൈഡ് ഒമേഗ വിത്ത് e, ദാറ്റ് ഈസ് ഒമേഗ ബൈ ഗാമ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് h റേസ് ടു 3n. So this is the value of the volume occupied by the ensemble, microcanonical ensemble in the phase space. Therefore for a single particle corresponding volume will be h³. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളൊരു n പാർട്ടിക്കിൾ സിസ്റ്റത്തിനാണ് h റേസ് ടു 3n എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ കേസിൽ നമുക്ക് മിനിമം വോള്യൂം എന്ന് പറയുന്നത് h³ ആയിരിക്കും. ഇവിടെ നമ്മൾ ചെയ്തത് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ട് ആ കേസിൽ നമുക്ക് ഗാമ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചൊരു ക്വാണ്ടിറ്റി, സിഗ്മ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, അത് നമ്മൾ ഗാമ ഇവാലുവേറ്റ് ചെയ്തു. ഒമേഗ എന്ന് പറയുന്ന ടേം വോള്യൂം നമുക്ക് കാണാൻ സർഫസ് ഏരിയ ഇൻറ്റു തിക്നെസ് ഇൻറ്റു വോള്യൂം, യൂഷ്വൽ കോർഡിനേറ്റ് സ്പേസ് വോള്യത്തിന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ കിട്ടും. ആ ഒമേഗയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, അതുപോലെ ഗാമ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒമേഗ ബൈ ഗാമ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റിയാണ് h റേസ് ടു 3n. സോ ദിസ് ഈസ് ദ മിനിമം വോള്യൂം ഒക്യുപ്പൈഡ് ബൈ ദ എൻസെമ്പിൾ ഇൻ ദ, അല്ലെങ്കിൽ ഒരു മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ ഇൻ ദ ഫേസ് സ്പേസ് ഫോർ എൻ n പാർട്ടിക്കിൾ സിസ്റ്റമാണ്. അപ്പോൾ സിംഗിൾ പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ കേസിൽ അത് h³ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കിട്ടിയ എക്സ്പ്രഷൻ നമുക്ക് എല്ലാ കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഏത് കേസിലാണെങ്കിലും ഒരു മിനിമം വോള്യൂം, ഫേസ് സ്പേസിലുള്ള മിനിമം വോള്യൂം എന്ന് പറയുന്നത് n പാർട്ടിക്കിൾ സിസ്റ്റത്തിലാണെങ്കിൽ h റേസ് ടു 3n ആണ്. സോ ഒരു നമ്മൾ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കതിൻ്റെ വോള്യൂം ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഡയറക്റ്റ് വോള്യൂം ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഇൻറ്റു മിനിമം വോള്യൂം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വോള്യൂം ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു കേസിൽ നമുക്ക് വോള്യൂം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും എല്ലാ കേസിലും നമുക്ക് ഇതുപോലെ വോള്യൂം ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഗാമ അല്ലെങ്കിൽ സിഗ്മ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനാണ് നമ്മൾ ഇവിടെ ഒരു അതിൻ്റെ മിനിമം വോള്യൂം ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മിനിമം വോള്യൂം കാണാനുള്ള ഒരു എക്സ്പ്രഷനാണ്. ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിനെ കനോണിക്കൽ എൻസെമ്പിൾ വെച്ചിട്ട് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ.